ഓരോ മഴക്കാലം എത്തുമ്പോഴും ജീവനും കയ്യിൽ പിടിച്ച് ഭയത്തോടെ കഴിയുകയാണ് മലപ്പുറം കോട്ടക്കുന്നിൽ സരോജിനി. 2019 ഉരുൾപൊട്ടലിന് ശേഷം ഓരോ മഴക്കാലവും ഇവർക്ക് ഭയവും ദുരിതവും നിറഞ്ഞതാണ്. പുനരധിവാസം സാധ്യമാകാതെ സരോജിനിയുടേതുൾപ്പെടെ 13ഓളം കുടുംബങ്ങളാണ് ഇവിടെ ആശങ്കയിൽ കഴിയുന്നത്. അപ്പൻ്റെ മോള് ഇവിടുന്ന് നോക്കിയിട്ട് വേഗം കയറിക്കോളെ അമ്മ. ഞാനിവിടെ നോക്കി, ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ആ വീട് ചമ്പിപ്പോയി. ആ ദിവസം ഓർക്കുമ്പോൾ ഇന്നും സരോജിനിയുടെ കണ്ണുകൾ നിറയും, കണ്ഠമിടറും. തന്റെ കൺമുന്നിലൂടെ ഒഴുകി വന്ന മണ്ണും വെള്ളവും ആ 3 ജീവനുകൾ കവർന്നെടുത്തത് അവർ ഇന്നും ഓർക്കുന്നു. പിന്നീടുള്ള ഓരോ വർഷവും മഴ കനക്കുമ്പോൾ ഭീതിയോടെയാണ് വീട്ടിൽ കഴിയുന്നത്. മഴ കനത്താൽ അപകട ഭീഷണി മുന്നിൽ കണ്ട് കോട്ടക്കുന്ന് പാർക്ക് അടച്ചിടും. ഇതോടെ രാത്രിയിൽ പ്രദേശത്തുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകും. അപകടാവസ്ഥ മാറിയെന്നുറപ്പായാൽ മാത്രമേ തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിയൂവെന്ന് സരോജിനി പറയുന്നു. ഇവിടെ പാർക്കാൻ പാടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കുറച്ച് കഷ്ടപ്പെട്ട്, മറ്റവരൊക്കെ വീട് നല്ല വീടാണേ, നല്ല പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകില്ല. ഇത് കാറ്റടിച്ചാൽ മലർന്ന് പോകും. ഇതിൻ്റെ ഒരാൾ നന്നാക്കി തന്ന, ഇത് പഴയ ഓട് ഒരാൾ തന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടത് വാടക കൊടുക്കാൻ കഴിയേണ്ട മോനെ. മാസത്തിൽ ഇത് കൈയാട്ടാൻ വരുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ചീത്ത പറയില്ലേ. അതിനാവൂല ഭഗവാന്. ചെറ്റക്കുടിലായാലും അവനെ വീട് വെച്ചിട്ട് അവനിരിക്കാലോ. കോട്ടക്കുന്ന് പരിസരത്ത് താമസിക്കുന്നവരെ അപകട സാധ്യത ഉണ്ടാവുമ്പോൾ മാത്രം MSP സ്കൂളിലെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റാമെന്ന മട്ടിലാണ് സർക്കാർ സംവിധാനങ്ങളും. 2019 അപകടം കഴിഞ്ഞ് 4 വർഷമായിട്ടും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ പുനരധിവാസമോ താൽക്കാലികമായി ചെയ്യേണ്ട ഡ്രെയിനേജ് സംവിധാനങ്ങളോ ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇതിനുശേഷം ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ നടപടികളൊന്നുമായില്ല. ഓരോ വർഷവും കോട്ടക്കുന്നിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കി ടൂറിസം വകുപ്പിന് മികച്ച വരുമാനം ലഭിക്കുന്ന തരത്തിലേക്ക് പാർക്ക് ഉയരുന്നുണ്ടെങ്കിലും ഇതിനൊപ്പം ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ആദിയും ഏറുകയാണ്. ഇതിനൊരു ശാശ്വത സഹായം ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് സരോജിനിയും കോട്ടക്കുന്നിനെ പേടിച്ചു കഴിയുന്ന മറ്റു കുടുംബങ്ങളും. ന്യൂസ് മലയാളം, മലപ്പുറം.